150 സങ്കീർത്തനങ്ങൾ നമുക്ക് ഒന്നൊന്നായി ധ്യാനിപ്പാൻ കർത്താവ് കഴിഞ്ഞ നാളുകളിൽ അവസരം തന്നു. വീണ്ടും നമ്മൾ 1 മുതലുള്ള സങ്കീർത്തനത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവം ഒരു അവസരം തന്നു. അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 150 മുറികളുള്ളൊരു കൊട്ടാരത്തിലേക്ക് പ്രവേശിപ്പാനായിട്ടൊരു മനുഷ്യൻ വന്നു. ആരോ പറഞ്ഞു കേട്ടു, 150 മുറികളുള്ള ഒരു ഭയങ്കര കൊട്ടാരം അവിടെയുണ്ട്. ഓരോ മുറിയിലും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. നീ അകത്തോട്ട് ചെന്നാൽ നിന്നെ കാത്തു നിൽക്കുന്ന അനുഗ്രഹങ്ങളാണ് 150 മുറികളിലും. അവൻ സന്തോഷത്തോടെ ആ കൊട്ടാരത്തിലേക്ക് കയറാനായിട്ട് ഓടി വരുമ്പോൾ പെട്ടെന്ന് ഗേറ്റ് വാച്ചർ അവനെ തടഞ്ഞു നിർത്തി. ഗേറ്റ് കീപ്പർ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഹലോ, എവിടെ പോവുകയാണ്? ഇതിനകത്ത് ഭയങ്കര അനുഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് കാണാനും പ്രാപിക്കാനും പോവുകയാണ്. നീ കേട്ടത് ശരിയാ, നീ അറിഞ്ഞത് ശരിയാ. നീ അതിനകത്ത് കയറിയാൽ പ്രാപിച്ചോണ്ടേ വരത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം, കയറുന്നതിന് മുൻപ് നീ ഇതൊന്ന് വായിച്ചിട്ട് കയറിയാൽ മതി. ഗേറ്റ് കീപ്പർ തനിക്ക് ചൂണ്ടിക്കാണിച്ചു ആ വലിയ മതിലിൽ എഴുതി വച്ചിരിക്കുന്നത് 1-ാം സങ്കീർത്തനം. ഇത് വായിച്ചിട്ട് അകത്തോട്ട് കയറുന്നവന് അനുഗ്രഹങ്ങൾ, ഇത് പാലിക്കുന്നവനാ 150 അനുഗ്രഹങ്ങൾ അവിടെ ഒളിഞ്ഞു കിടക്കുന്നത്. ഇത് പാലിക്കാത്തൊരു വ്യക്തിക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. അവൻ കണ്ണുകൾ ഉയർത്തി വായിക്കാൻ തുടങ്ങി. അവൻ വായിച്ചപ്പോൾ അവൻ്റെ ഹൃദയം പിടയ്ക്കാൻ തുടങ്ങി. ഇതിനകത്ത് കിടക്കുന്ന ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടണം. ഞാൻ പാപികളുടെ വഴിയിൽ നിൽക്കാൻ പാടില്ല. ഞാൻ പരിഹാസികളുടെ, എൻ്റെ ഇരിപ്പിടത്തിന് മാറ്റം വരണം, എൻ്റെ നിൽപ്പിന് മാറ്റം വരണം, എൻ്റെ നടപ്പിന് മാറ്റം വരണം. തീർന്നില്ല. അതിലെല്ലാം ഉപരിയായി ഞാൻ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അത് രാപകൽ ധ്യാനിക്കുന്ന ഒരു മനുഷ്യനായി മാറണം. അവനാ ഭാഗ്യവാൻ. അങ്ങനെയുള്ളവന് മാത്രമേ അകത്തെ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. തുടങ്ങുന്നത് ഇങ്ങനെയാ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അത് രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ഭാഗ്യവാന്മാരെ കണ്ടെത്താൻ വേണ്ടി എല്ലായിടത്തും ഇപ്പോൾ ഒരുപാട് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ ഏത് ഹൈപ്പർ മാർക്കറ്റുകളിൽ പോയി സാധനങ്ങൾ വാങ്ങിയാലും നിങ്ങൾക്കൊരു കൂപ്പൺ തരികയാണ്. പൂരിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ സ്തോത്രം പറഞ്ഞു, യേശുവിൻ്റെ രക്തം പറഞ്ഞു ഒക്കെ ഇട്ട പലരും ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഞങ്ങൾ ഭാഗ്യവാന്മാരല്ലയോ? കർത്താവേ, ഇപ്രാവശ്യമെങ്കിലും അടിക്കണമെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്, പക്ഷെ അടിച്ചിട്ടില്ല. ഭാഗ്യവാന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേക സന്ദർഭങ്ങളിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എന്നാൽ പലർക്കും ഭാഗ്യം ലഭിക്കുന്നുണ്ട്. പക്ഷേ തിരുവെഴുത്ത് പറയുന്നു അതല്ല ഭാഗ്യം. ഏതോ നറുക്കിട്ട് ലഭിക്കുന്ന വിപണിയിലെ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ വേണ്ടി ഇവിടെ കാണിക്കുന്ന കൃത്രിമത്തിലൂടെ തിരഞ്ഞെടുക്കുന്നതല്ല ഭാഗ്യവാൻ. പിന്നെയോ ആരാണ് ഭാഗ്യവാൻ? അകത്തോട്ട് കയറി ചെല്ല്. ഭാഗ്യവാന്മാരുടെ ലിസ്റ്റുകൾ അവിടെയുണ്ട്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? എൻ്റെ അനേകമായ ലംഘനങ്ങൾ ക്ഷമിച്ച് എൻ്റെ പാപങ്ങൾ മറച്ച് ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തുറന്ന ഹൃദയത്തോടെ പാടി സ്തുതിക്കാൻ, കുറ്റബോധമില്ലാതെ ഒരു നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാ. ഇനി ആരും നിങ്ങളെ ഭാഗ്യവാനായി തിരഞ്ഞെടുക്കണ്ട. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഉള്ളിലേക്ക് കയറി ചെന്ന് അടുത്ത പ്രാവശ്യം എഴുതിയിരിക്കുന്നു, യഹോ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ആരാണ് ഭാഗ്യവാൻ? ആരാണ്? ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അനുഭവിക്കുന്ന കഷ്ടങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, ഇതിലൂടെല്ലാം ഒരു ദൈവ പൈതൽ പറയും, ഈ രോഗം എനിക്ക് കർത്താവിനെ രുചിച്ചറിയാനിടയാക്കി. എനിക്ക് വന്ന നഷ്ടം എൻ്റെ കർത്താവിനെ രുചിച്ചറിയാനിടയാക്കി. അതുകൊണ്ട് എനിക്ക് അവനെ പൂർണ്ണമായി ശരണം പ്രാപിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആ ഭക്തൻ പറയും, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. തീർന്നില്ല. അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അടുത്ത ഭാഗ്യവാന്റെ ലക്ഷണം അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? യഹോവയെ പൂർണ്ണമായി ആശ്രയിക്കുകയും നിഗളികളോടും വ്യാജമാർഗത്തിലേക്ക് തിരിയുന്നവരോടും എതിർത്തു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം പോരാ, നിഗളികളും വ്യാജമാർഗത്തിലേക്ക് തിരിയുകയും ചെയ്യുന്ന എല്ലാവരോടും എതിർത്തു നിൽക്കുന്നവനാണ് ഭാഗ്യവാൻ.
വീണ്ടും അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ. വീണ്ടും അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ എഴുതിയിരിക്കുന്നു, യഹോവയുടെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? വിപണിയിൽ കണ്ടുപിടിക്കുന്ന കൃത്രിമമായ മാർഗത്തിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരാളല്ല ഭാഗ്യവാൻ. തിരുവെഴുത്ത് പറയുന്നു, അനേക ഭാഗ്യങ്ങൾ നിനക്കകത്തിരിപ്പുണ്ട്, പക്ഷെ നീ എന്ത് ചെയ്യണമെന്നറിയാമോ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ നിനക്കിരിക്കാൻ മറ്റൊരു സ്ഥലം ദൈവം ഒരുക്കിയിട്ടുണ്ട്. തിരുവെഴുത്ത് പറയുന്നു, തൃക്കാൽക്കൽ ഇരുന്നു കൊണ്ട് തിരുവചനങ്ങളെ കേൾക്കുന്ന ഒരു ദൈവ പൈതലിന് മനസ്സിലാകും, ഞാൻ എവിടെ ഇരിക്കാൻ പാടില്ല, ഞാൻ എവിടെ നിൽപ്പാൻ പാടില്ല, ഞാൻ ആരുടെ ആലോചന പ്രകാരം പോകാനുള്ളവനല്ല. ഒരു ദൈവ പൈതൽ വ്യക്തമായി തിരിച്ചറിയും, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സ്റ്റെപ്പ് വെക്കണമെങ്കിൽ, ഒരു പുതിയ ഡിസിഷൻ ഞാൻ എടുക്കണമെങ്കിൽ എനിക്ക് മുകളിൽ നിന്നൊരു ആലോചന ലഭിച്ചേ പറ്റത്തുള്ളൂ. ഒരു കാര്യം ഉറപ്പാ ദൈവ പൈതലേ, ദൈവത്തിൻ്റെ ആലോചന മാറ്റമില്ലാത്തതാ. ദൈവത്തിന്റെ ആലോചന ശാശ്വതമായതാ. ദൈവത്തിന്റെ ആലോചന നിവർത്തിയാകുന്നതാ. ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരുന്നാൽ ദൈവം നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല. ആലോചന തന്ന്, എങ്ങനെ? ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് നടത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. മുൻപോട്ട് നടന്നു പോകുമ്പോൾ ഒരു 3 മുക്കിൽ നമ്മൾ എത്തുകയാ. മുൻപോട്ടാണോ വഴി, ഇടത്തോട്ടാണോ വഴി, വലത്തോട്ടാണോ വഴി, ഇങ്ങനെ അറിയാതെ പകച്ചു നിൽക്കുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം, മകനേ, നീ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചു തരൂ. ഇന്ന് രാത്രിയിൽ ഓർക്കുക, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലിന് ആലോചനയില്ലാതെ ഒരിക്കലും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരികയില്ല. പ്രൈസ് ഗോഡ്. ആരാണ് ഭാഗ്യവാൻ? ആരാണ് നീതിമാൻ? അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ആറ്റരികത്ത്. അങ്ങനെ ചെയ്താൽ, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ മുൻപോട്ട് പോയാൽ നിനക്കുണ്ടാകുന്ന നേട്ടം എന്താണെന്ന് അറിയാമോ? ഒന്ന്, ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ ഒരു വൃക്ഷം പോലെ ഇരിക്കും. നിങ്ങളൊന്ന് നോക്കിക്കേ, ആ നദിയുടെ കരയിൽ പല വൃക്ഷങ്ങൾ നിൽപ്പുണ്ട്, എല്ലാം ദൈവം നട്ടതല്ല. അങ്ങനല്ലേ കർത്താവ് പറഞ്ഞത്? ആ വലയ്ക്കകത്ത് എല്ലാ വക മീനും കയറി പെട്ടി. അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞത്? രണ്ടും ഒന്നിച്ചു വളരുകയാ. എന്നാൽ ഒരു കാര്യം ദൈവ പൈതൽ തിരിച്ചറിയണം, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപകൽ ധ്യാനിക്കുന്നവന്റെ ലക്ഷണം കണ്ടോ? അവനെ ആറ്റരികത്ത് കിളിർത്തു വന്നൊരു മരമല്ല, നട്ടതയ്യ. എങ്ങനെ മനസ്സിലാകും പാസ്റ്ററെ ഇത് നട്ടതാണോ കിളിച്ചു വന്നതാണോ എന്ന്? സൂക്ഷിച്ചെന്ന് നോക്കിക്കേ. നട്ടതിനെ തിരിച്ചറിയാൻ കഴിയും. നട്ടതിന്റെ വട്ടം ഒരു വേലിയുണ്ട്. നട്ടവൻ ഒരു വേലി കെട്ടിയിട്ടുണ്ട്. സൂക്ഷിച്ചു നോക്ക്. നിങ്ങൾക്ക് ചുറ്റും ഒരു വേലി ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം എന്നെ നട്ടതാ. വേലി കെട്ടും ആര്? നട്ടവൻ. സൂക്ഷിച്ചു നോക്കിക്കേ. നട്ട തയ്യെന്ന് നോക്കിക്കേ. അതെങ്ങനെങ്കിലും തോന്നിയതുപോലെ വളഞ്ഞും പിളഞ്ഞുമല്ല വളർന്നേക്കുന്നത്, അത് നേരെ വളർന്നു വരികയാ. കാരണം ഓരോ വളർച്ചാ ഘട്ടത്തിലും നേരെ വളരാൻ വേണ്ടി ഒരു കത്രികയുമായി തോട്ടക്കാരൻ വന്ന് ഇടയ്ക്കിടയ്ക്ക് അതിനെ വെട്ടി ആ ഷേപ്പ് വരുത്തിയേക്കുന്നത് കാണുമ്പോൾ അറിയാ, ഇത് കിളിർത്തതല്ല, ഇത് നട്ടു വളർത്തിയതാ. നോക്കൂ, ദൈവം നട്ട തയ്യെ ഒന്ന് നോക്കിക്കേ. അത് എങ്ങനെങ്കിലും വളഞ്ഞും പിളഞ്ഞും വളർന്നേക്കല്ല. അതിൻ്റെ ഓരോ ഘട്ടത്തിലും തോട്ടക്കാരൻ വന്ന് തോന്നിയതുപോലെ വളരാതിരിപ്പാൻ അതിനെ കട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവ പൈതലേ, ഇന്നലത്തെ വേദനകൾ എന്തായിരുന്നു അറിയാമോ? വളഞ്ഞു പോകാതിരിപ്പാൻ, ഷേപ്പ് മാറാതിരിപ്പാൻ, നല്ലൊരു ഷേപ്പിൽ വരാൻ ഈ തോട്ടക്കാരൻ എന്നെ കത്രിക കൊണ്ട് മുറിച്ചപ്പോൾ എനിക്ക് അല്പമായ വേദനകൾ വന്നെങ്കിലും ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ നേരെ നിൽക്കാൻ കാരണം അവൻ എന്നെ വളർത്തിയത് കൊണ്ടാ. പ്രൈസ് ഗോഡ്. ആ തൈക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആ തൈയെ നട്ടതാണെന്ന് തിരിച്ചറിയാൻ അതിൻ്റെ ഇല വാടുന്നില്ല. ഉഷ്ണം അതിന് ഏൽക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇല വാടുന്നില്ല. കാട്ടുപന്നികൾക്ക് വന്നതിനകത്ത് കയറി മാന്തിക്കളയാൻ പറ്റത്തില്ല. കാരണം അത് വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിനൊരു വേലിയുണ്ട്, ഇതിനൊരു ഉടമസ്ഥനുണ്ട്. എൻ്റെ കേൾക്കുന്ന ദൈവ പൈതലേ,
ഏത് കാലത്തും ദൈവസഭയ്ക്കകത്ത് ദൈവം നട്ടത് നിൽക്കും. ദൈവം നട്ടത് ഇവിടെ കാണും. അല്ലാത്തതൊക്കെ പിഴുതു പോയെന്ന് വരും. പക്ഷെ ഭാരപ്പെടരുത്. ദൈവം നട്ടതാണെങ്കിൽ ഇതിനു ചുറ്റും വേലി കാണും. ദൈവം നട്ടതാണെങ്കിൽ ഇതിൻ്റെ വളർച്ച കാണുമ്പോൾ അറിയാം. ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ അതിനെ തകർക്കാനല്ല, നല്ല ഷേപ്പ്ലെസ് ആയിട്ട് പോകാനല്ല, ഷേപ്പായിട്ട് വളർന്നു വരാൻ ദൈവം അതിനെ കട്ട് ചെയ്ത് വിടുകയാ. ഇന്ന് രാത്രി ഓർത്തോ, എൻ്റെ ജീവിതത്തിൽ ഇന്നലകളിലുണ്ടായ വേദന, എന്നെ തോട്ടക്കാരൻ കടന്നു വന്ന് മുറിച്ച മുറിവുകളുണ്ടല്ലോ, ഇന്നത് നല്ല ഒരു മരമായി ഷേപ്പായി വളർന്നു വരാൻ എന്നെ സഹായിക്കാനായിട്ടിടയായി. അടുത്തെഴുതിയിരിക്കുന്നു, അവൻ സന്തോഷിക്കുക മാത്രമല്ല, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുക മാത്രമല്ല, മൂന്നാമതായി പറയുന്നു, അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും. അവൻ എവിടെ ഇറങ്ങിയാലും ഒരു ജയം കർത്താവ് കൊടുക്കും. തീർന്നില്ല, അവൻ്റെ തല നീതിമാന്മാരുടെ സഭയിൽ കുനിയാൻ ദൈവം അനുവദിക്കത്തില്ല. അത് നിവർന്ന് നിൽക്കുമാറാക്കും. ദൈവം നട്ടൊരു ദൈവ പൈതലിനെ തിരിച്ചറിയുന്നത് ഇങ്ങനെയാ. എന്നാൽ അപ്പുറത്ത് എഴുതിയിരിക്കുന്നു, ദുഷ്ടന്മാർ അങ്ങനെ അല്ല. കൊച്ചു കാറ്റടിച്ചാൽ മതി, ആള് പോയി. പിന്നെ 6 മാസത്തേക്ക് ആളിനെ കാണത്തില്ല. എഴുതിയിരിക്കുന്നു, ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെയാണ്. ഇന്ന് രാത്രി തിരഞ്ഞെടുക്കുക, ഞാൻ ആരാണ്? ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത്? ഞാൻ എവിടെയാണ് ഇരിക്കേണ്ടത്? ഞാൻ പോകേണ്ടത് ആരുടെ ആലോചന പ്രകാരമാണ്? ദുഷ്ടൻ്റെ ആലോചന പ്രകാരമല്ല ഒരു ദൈവ പൈതൽ പോകേണ്ടത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ മുൻപോട്ടുള്ള ജീവിതയാത്രയിൽ ഇതാ അനുഗ്രഹത്തിൻ്റെ കലവറയിലേക്ക് നമ്മളെ കയറ്റുന്നതിന് മുൻപ് ഒരു വാണിംഗ് ലെറ്റർ അവിടെ എഴുതിയിരിക്കുകയാണ്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അത് രാപകൽ ധ്യാനിക്കുന്ന. ഇത് സന്തോഷത്തോടെ വായിക്കണമെങ്കിൽ ഇത് തന്ന ആരാണെന്ന് ഓർക്കണം, അല്ലേ? ഏത് കത്തും വായിക്കുന്നത് അയച്ച ആളിൻ്റെ അനുസരിച്ചാണ്. കത്തും കൊണ്ട് കിട്ടിയ ഉടനെ ഞങ്ങൾ പൊട്ടിക്കത്തില്ല, ഫ്രം നോക്കും. ഫ്രം ആകുമ്പോൾ അറിയാം, കുവൈറ്റിൽ നിന്ന് അച്ഛൻ അയച്ച കത്ത, അത് പൊട്ടിക്കുന്നതന്നെ ചിരിച്ചോണ്ടായിരിക്കും. എന്നിട്ടാണ് അങ്ങോട്ട് വായിക്കുന്നത്. ഇപ്പം പിന്നെ കത്തൊന്നും ഇല്ലാത്തതുകൊണ്ട്, പക്ഷെ കത്തിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നു. കത്ത് സന്തോഷിക്കുന്ന അതിൻ്റെ അകത്ത വരികൾ കാണുന്നതിന് മുമ്പേ സന്തോഷിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? ഫ്രം അഡ്രസ്സ് കാണുമ്പോഴാ. ഈ കത്ത് സന്തോഷിക്കണമെങ്കിൽ ഇതിൻ്റെ ഫ്രം അഡ്രസ്സ് ആരാ നോക്കണം. ഇത് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ നിക്ഷേപമാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ കത്തിൻ്റെ ഉറവിടം ദൈവമാകയാൽ ഇത് ധ്യാനിക്കുന്നത് സന്തോഷത്തോടെ ആയിരിക്കണം. രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഭാഗ്യ കലവറകൾ പ്രാപിച്ചെടുക്കുവാൻ, മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അടുത്ത ദിവസങ്ങൾ ഓരോ സങ്കീർത്തനത്തിൽ നിന്നും നമുക്കുള്ള ആത്മീയ ദൂതുകൾ ദൈവം നൽകി തരുവാനായിട്ട് വളരെ പ്രാർത്ഥനയോടെ ധ്യാനിച്ച് കടന്നു വരുവാൻ ഇടയാകട്ടെ.